സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടം പുരട്സി തലൈവർ MGR ആണെന്ന് വിജയ് പറയാത്ത ഇടങ്ങളില്ല. പടങ്ങളിലെ MGR റെഫറൻസുകൾ രാഷ്ട്രീയ വേദികളിലും തൻ്റെ പ്രസംഗങ്ങളിലും വിജയ് തുടർന്നു പോന്നിരുന്നു. തൻ്റെ ഹീറോയുടെ അതേ പാത പിന്തുടർന്ന് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ വിജയ് അദ്ദേഹം നേരിട്ട സമാന പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോടൊപ്പം കേന്ദ്രവും തനിക്കെതിരാണെന്നത് വിജയെ വേറിട്ട് നിർത്തുന്നു. DMK ഭരണകൂടമാണ് ഉലകം സുട്രും വാലിബിന് വില്ലനായതെങ്കിൽ CBFC ആണ് ജനനായകന്റെ വില്ലൻ. മെർസൽ, കാവലൻ, തലൈവ, സർക്കാർ, തുപ്പാക്കി അങ്ങനെ വിജയ് സിനിമകൾ എന്നും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു. അന്നൊന്നും ആ നായകൻ തല താഴ്ത്തിയിട്ടില്ല. CBFCയെയും BJPയും ഒരുപോലെ നേരിട്ടാണ് മെർസൽ പുറത്തിറങ്ങിയത്. അന്ന് സംഘകൂട്ടം ചുറ്റും വളഞ്ഞ് സൈബറിടങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടപ്പോൾ ജോസഫ് വിജയ് എന്ന പേരിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഭയപ്പെടുകയോ മാപ്പ് അപേക്ഷിക്കുകയോ ചെയ്യാതെ ഫേസ്ബുക്കിൽ മീശ പിരിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തു. വിജയ് എന്നാൽ ചങ്കൂറ്റമാണെന്ന് അന്ന് ആരാധകർ വാഴ്ത്തിപ്പാടി. പൊങ്കൽ റിലീസായി ജനനായകൻ എത്തില്ലെന്ന് കണ്ടതോടെ ആ ഗ്യാപ്പിൽ ഗോളടിക്കാൻ ഒരു പിടി സിനിമകളാണ് കാത്തിരിക്കുന്നത്. കാർത്തി നായകനാകുന്ന വാ വാത്തിയാർ ജനുവരി 14-നും ജീവയുടെ തലൈവർ തമ്പി തലൈമയിൽ ജനുവരി 15-നും പുറത്തിറങ്ങും. പക്ഷേ ജനനായകൻ ഇല്ലെങ്കിലും ദളപതി അവിടെയുമുണ്ട്. 10 വർഷത്തിന് മുൻപെത്തി സൂപ്പർ ഹിറ്റ് അടിച്ച അറ്റ്ലി ചിത്രം തെരി ജനുവരി 15-ന് റീ റിലീസ് ചെയ്യും. ഗില്ലിയും സച്ചിനുമെല്ലാം റീ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ ഓളം നമ്മൾ കണ്ടതാണ്. എന്ന് സിനിമ ഇറക്കിയാലും ആളെ കയറ്റാനാകുന്ന നായകനാണ് വിജയ്. വാർത്തകളിൽ നിറയെ ദളപതി കത്തി നിൽക്കുമ്പോൾ തെരി ഒരു ഉത്സവമായിരിക്കും കൊണ്ടാടപ്പെടുക. 33 വർഷം ഒരു ഇൻഡസ്ട്രിയുടെ മുഖമായി നിന്ന സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാറിന് അർഹമായ യാത്രയപ്പ് നൽകാൻ ഇനിയും കാത്തിരിക്കണം. പെട്ടിയിൽ കിടക്കുന്ന ജനനായകന് ഒരു നാൾ സ്വാതന്ത്ര്യം ലഭിക്കും. ഈ നാട് കണ്ട ഏറ്റവും വലിയ ഉത്സവമായാകും ആ റിലീസ് മാറുക. ആ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് വിജയ് ആരാധകർ ഇപ്രകാരം പറയുന്നത്. ജനനായകൻ എന്നാണോ പുറത്തിറങ്ങുന്നത് അന്നായിരിക്കും പൊങ്കൽ.